പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിൽ ചൈനയ്ക്കും ഇറാനും കനത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. 6 ആഴ്ച നീണ്ടുനിന്ന കടുത്ത പോരാട്ടത്തിനു ശേഷം നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ അതീവ ദുർബലമായി തുടരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടന്നുവെങ്കിലും അവ പരാജയപ്പെട്ടത് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇറാനെ സൈനികമായി സഹായിക്കാൻ ചൈന ശ്രമിച്ചാൽ അത് ചൈനയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ചൈനയുടെ സഹായം തേടുന്നതായും മൂന്നാമതൊരു രാജ്യം വഴി ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുവാൻ സാധ്യതയുണ്ടെന്നുമുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെ തുടർന്നാണ് ട്രംപ് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഇറാനിലേക്ക് ആയുധങ്ങൾ കൈമാറുവാൻ ചൈന മുതിർന്നാൽ അവർ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുവാൻ ചൈന ശ്രമിക്കുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ തകർക്കുമെന്നാണ് അമേരിക്കയുടെ പക്ഷം. നിലവിലെ വെടിനിർത്തൽ കാലയളവ് ആയുധ ശേഖരണത്തിനായി ഇറാൻ ഉപയോഗപ്പെടുത്തുകയാണെന്നും അമേരിക്ക ആരോപിക്കുന്നു. അതേസമയം തങ്ങൾ ഇറാനിലേക്ക് ആയുധങ്ങളോ സൈനിക സാങ്കേതിക വിദ്യയോ നൽകുന്നില്ലെന്ന് ചൈന ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇറാൻ സൈന്യത്തിന് ഉപഗ്രഹ ചിത്രങ്ങളോ അർദ്ധചാലക നിർമ്മാണ ഉപകരണങ്ങളോ നൽകിയെന്ന വാർത്തകളെ ചൈനീസ് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. ചൈനയെ ലക്ഷ്യം വെച്ചുള്ള തെറ്റായ പ്രചാരണങ്ങളെ ശക്തമായി എതിർക്കുമെന്നും സമാധാന ശ്രമങ്ങളിൽ തങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നുമാണ് ബീജിംഗിന്റെ അവകാശവാദം. എങ്കിലും ഇറാനുമായുള്ള ചൈനയുടെ വർദ്ധിച്ചു വരുന്ന അടുപ്പത്തെ അമേരിക്ക അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. സാമ്പത്തിക രംഗത്തും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രകടമാകുവാൻ സാധ്യതയുണ്ട്. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ നികുതി ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചൈനയുമായുള്ള അമേരിക്കയുടെ വ്യാപാര ബന്ധങ്ങളെ സാരമായി ബാധിച്ചേക്കാം. ചൈന നേരിട്ട് ആയുധങ്ങൾ നൽകുന്നില്ല എങ്കിലും യുദ്ധാവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യകൾ നൽകുന്നുണ്ടെന്ന പരാതി അമേരിക്കയ്ക്ക് വലുതായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ബന്ധം നിലവിൽ സുസ്ഥിരമാണ് എങ്കിലും ഇറാന്റെ വിഷയത്തിൽ ചൈന സ്വീകരിക്കുന്ന നിലപാട് ഈ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയേക്കാം. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം വെറുമൊരു പ്രാദേശിക തർക്കം എന്നതിലുപരി അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര യുദ്ധമായി മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയപ്പെട്ടതും ഇറാന്റെ ആണവ നിലപാടുകളിൽ മാറ്റമില്ലാത്തതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ചൈനയുടെ അടുത്ത നീക്കങ്ങളും അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളും വരും ദിവസങ്ങളിൽ ആഗോള വിപണിയെയും രാഷ്ട്രീയത്തെയും ഒരുപോലെ സ്വാധീനിക്കും. സമാധാനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മേഖല വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക സൈനിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ അതിൽ ആര് വിജയിക്കുമെന്നത് ആധുനിക രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ ചോദ്യങ്ങളിൽ ഒന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു യുദ്ധം എന്നത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് അത് ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായിരിക്കും. സാങ്കേതിക വിദ്യയിലും സമുദ്രശക്തിയിലും അമേരിക്ക മുന്നിട്ട് നിൽക്കുമ്പോൾ ഉൽപാദന ശേഷിയിലും മനുഷ്യവിഭവശേഷിയിലും ചൈന വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതിനാൽ തന്നെ ഇത്തരം ഒരു പോരാട്ടത്തിൽ പരമ്പരാഗതമായ അർത്ഥത്തിലുള്ള ഒരു വിജയി ഉണ്ടാകുക എന്നത് അസാധ്യമാണ്. സൈനിക സജ്ജീകരണങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും ആഗോളതലത്തിൽ വ്യക്തമായ മേൽക്കൈയുണ്ട്. ലോകമെമ്പാടുമുള്ള 100-ലധികം സൈനിക താവളങ്ങളും അത്യാധുനികമായ വിമാനവാഹിനി കപ്പലുകളും അമേരിക്കയെ സമുദ്ര യുദ്ധങ്ങളിൽ അജയ്യരാക്കും. കൂടാതെ പതിറ്റാണ്ടുകളായുള്ള യുദ്ധപരിചയവും നാറ്റോ ഉൾപ്പെടെയുള്ള മികച്ച സഖ്യകക്ഷികളും അമേരിക്കയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. സൈനിക ബജറ്റിന്റെ കാര്യത്തിലും അമേരിക്ക ചൈനയേക്കാൾ ഏറെ മുന്നിലാണ്. ആകാശത്തും കടലിനടിയിലുമുള്ള അമേരിക്കയുടെ സാങ്കേതിക മികവ് ഏതൊരു ശത്രുവിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മറുഭാഗത്ത് ചൈന തങ്ങളുടെ സൈനിക ശേഷി അതിവേഗം ആധുനികവൽക്കരിക്കുകയാണ്. ഏഷ്യ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടുള്ള മിസൈൽ സാങ്കേതിക വിദ്യയിലും സൈബർ യുദ്ധമുറകളിലും ചൈന വൻ മുന്നേറ്റം ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ നാവികസേന നിലവിൽ ചൈനയുടേതാണ്. അമേരിക്കയ്ക്ക് ലോകമെമ്പാടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമ്പോൾ ചൈനയ്ക്ക് തങ്ങളുടെ സ്വന്തം അതിർത്തി മേഖലകളിൽ കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കുവാൻ സാധിക്കുമെന്നത് അവർക്ക് യുദ്ധമുഖത്ത് ഗുണകരമാകും. കൂടാതെ ലോകത്തിന്റെ ഉൽപാദന കേന്ദ്രമായ ചൈനയ്ക്ക് യുദ്ധസാമഗ്രികൾ അതിവേഗം നിർമ്മിക്കാനുള്ള ശേഷിയും വലിയൊരു സൈനിക നിരയും സ്വന്തമായുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു യുദ്ധമുണ്ടായാൽ വിജയം നിശ്ചയിക്കുന്നത് സാമ്പത്തിക ഘടകങ്ങളായിരിക്കും. ഇരു രാജ്യങ്ങളും സാമ്പത്തികമായി പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിലെ വിപണികളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിറയുമ്പോൾ ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കൻ നിക്ഷേപങ്ങളും സ്വാധീനവും വലുതാണ്.
യുദ്ധം ആരംഭിക്കുന്ന നിമിഷം തന്നെ ആഗോള വിതരണ ശൃംഖല തകരുകയും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും. ഇതുകൂടാതെ ഇരു രാജ്യങ്ങളും ആണവ ശക്തികളാണ് എന്നത് യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഒരു ഘട്ടത്തിൽ തോൽവി ഭയന്നാൽ ഏതെങ്കിലും ഒരു രാജ്യം ആണവായുധം പ്രയോഗിച്ചാൽ അത് ലോകത്തിന്റെ തന്നെ അന്ത്യത്തിന് കാരണമായേക്കാം. ചുരുക്കത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു സൈനിക വിജയി ഉണ്ടായേക്കാം എങ്കിലും രണ്ട് രാജ്യങ്ങളും സാമ്പത്തികമായും സാമൂഹികമായും തകർന്നടിയുമെന്നതാണ് യാഥാർത്ഥ്യം. ആധുനിക യുദ്ധങ്ങളിൽ വിജയമെന്നത് ശത്രുവിനെ നശിപ്പിക്കുക എന്നതിനേക്കാൾ സ്വന്തം നാശത്തിന്റെ അളവ് കുറയ്ക്കുക എന്നതായി മാറിയിരിക്കുന്നു. അതിനാൽ തന്നെ ഒരു യുദ്ധത്തെക്കാൾ ഉപരി നയതന്ത്രപരമായ മത്സരത്തിലൂടെയും സാമ്പത്തികമായ മേധാവിത്വത്തിലൂടെയും പരസ്പരം മറികടക്കാനായിരിക്കും ഇരു രാജ്യങ്ങളും ശ്രമിക്കുക. ലോകസമാധാനത്തിന് ഏറ്റവും അത്യാവശ്യം ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വമാണ്. അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നായിരിക്കും. ചരിത്രപരമായി ചേരിചേരാ നയം സ്വീകരിക്കുന്ന രാജ്യമാണ് എങ്കിലും മാറിയ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയുടെ തീരുമാനം കൂടുതൽ പ്രായോഗികവും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായിരിക്കും. തന്ത്രപരമായ സ്വയംഭരണ നിലനിർത്താനായിരിക്കും ഇന്ത്യയുടെ ആദ്യ ശ്രമം. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്ന് നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയാകുന്നതിന് പകരം സ്വന്തം അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിരിക്കും ഇന്ത്യ മുൻഗണന നൽകുക. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് കണ്ടതുപോലെ ഒരു വശത്തും ചേരാതെ സമാധാനത്തിനായി വാദിക്കുന്ന നിലപാട് ഇന്ത്യ തുടർന്നേക്കാം. എങ്കിലും ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ മോശമായ സാഹചര്യത്തിലാണുള്ളത്. അതിർത്തി തർക്കങ്ങളും ലഡാക്കിലെ സംഘർഷങ്ങളും കാരണം ചൈനയെ ഇന്ത്യ ഒരു വലിയ ഭീഷണിയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി നേരിട്ട് സൈനിക സഖ്യത്തിൽ ചേർന്നില്ല എങ്കിലും അമേരിക്കയ്ക്ക് ആവശ്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുവാനും ലോജിസ്റ്റിക് പിന്തുണ അഥവാ ഇന്ധനം നിറയ്ക്കൽ, അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കുള്ള സൗകര്യം ഒരുക്കുവാനും ഇന്ത്യ തയ്യാറായേക്കാം. ക്വാഡ് പോലെയുള്ള കൂട്ടായ്മകളിൽ അമേരിക്കയുമായി ഇന്ത്യ സഹകരിക്കുന്നത് ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനാണ്. അതേസമയം അമേരിക്കയുമായി പൂർണ്ണമായി അടുക്കുന്നത് ഇന്ത്യയുടെ മറ്റൊരു പഴയ സുഹൃത്തായ റഷ്യയെ പിണക്കുവാൻ കാരണമായേക്കാമെന്നതും ഇന്ത്യ കണക്കിലെടുക്കും. ഇന്ത്യയുടെ ആയുധങ്ങളിൽ വലിയൊരു ഭാഗം ഇപ്പോഴും റഷ്യൻ നിർമ്മിതമാണ്. എന്നാൽ ചൈനീസ് അധിനിവേശത്തെ തടയുവാൻ അമേരിക്കയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും സൈനിക പിന്തുണയും ഇന്ത്യക്ക് അനിവാര്യമാണ്. ചുരുക്കത്തിൽ ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ ഭാഗത്തേക്ക് ഇന്ത്യക്ക് സ്വാഭാവികമായ ഒരു ചായ്വ് ഉണ്ടാകുമെങ്കിലും നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ ഉറപ്പാക്കാനും ചൈനയെ തടയാനും ഇന്ത്യ അമേരിക്കയുമായി സഹകരിക്കും. എന്നാൽ ഈ സഹകരണം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കും പരമാധികാരത്തിനും കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കും. ചുരുക്കത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയാകാതെ തന്നെ ചൈനയുടെ ശത്രുവായി ഇന്ത്യ നിലകൊള്ളാനാണ് സാധ്യത. അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധം ഉണ്ടായാൽ അത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നതിൽ സംശയമില്ല. നിലവിലെ ലോകക്രമം പൂർണ്ണമായും തകരുകയും പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉദയം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും അത് സൃഷ്ടിക്കുക. അമേരിക്കയും ചൈനയും തമ്മിലുള്ള യുദ്ധം ഇരു രാജ്യങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ അടിത്തറയെ തകർക്കും. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ പരസ്പരം നശിക്കുമ്പോൾ ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന ശൂന്യത നികത്തുവാൻ മറ്റ് വളർന്നു വരുന്ന രാജ്യങ്ങൾക്ക് അവസരം ലഭിക്കും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതൽ നിർണായകമായ പങ്കുവഹിക്കുവാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം അതിൻ്റെ ഭൗമശാസ്ത്രപരമായ സ്ഥാനവും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ശേഷിയും കാരണം പുതിയ ലോകക്രമത്തിലെ ഒരു പ്രധാന ധ്രുവമായി മാറുവാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി യൂറോപ്യൻ യൂണിയന്റെ പുനരുജ്ജീവനത്തിന് ഇത് കാരണമായേക്കാം. നിലവിൽ സുരക്ഷയ്ക്കായി അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്ന യൂറോപ്പ് അമേരിക്ക ഒരു യുദ്ധത്തിൽ തളരുന്നതോടെ സ്വന്തമായ സൈനിക ശക്തിയും സ്വതന്ത്രമായ വിദേശ നയവും രൂപീകരിക്കാൻ നിർബന്ധിതരാകും. ഇത് യൂറോപ്പിനെ വീണ്ടും ഒരു സ്വതന്ത്ര ലോകശക്തിയായി മാറ്റിയേക്കാം. അതുപോലെ തന്നെ ആഫ്രിക്കൻ വൻകരയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും രാജ്യങ്ങൾ തങ്ങളുടെ പ്രാദേശിക കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുകയും വൻ ശക്തികളുടെ നിയന്ത്രണമില്ലാത്ത പുതിയ സാമ്പത്തിക ഇടനാഴികൾ സൃഷ്ടിക്കുകയും ചെയ്യും. സാങ്കേതിക വിദ്യയുടെ മേഖലയിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. യുദ്ധം കാരണം ചൈനയിലെ ഉൽപ്പാദന കേന്ദ്രങ്ങളും അമേരിക്കയിലെ സിലിക്കൺ വാലിയും തടസ്സപ്പെട്ടാൽ ആ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം മറ്റ് രാജ്യങ്ങളിലേക്ക് മാറും. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ടെക്നോളജി ഹബ്ബുകൾ രൂപപ്പെടാൻ കാരണമാകും. കൂടാതെ ഡോളറിന് പകരമായി പുതിയൊരു ആഗോള കറൻസിയോ അല്ലെങ്കിൽ ഒന്നിലധികം കറൻസികൾ അധിഷ്ഠിതമായ വ്യാപാര രീതിയോ നിലവിൽ വരാനും ഈ യുദ്ധം വഴിയൊരുക്കും. ചുരുക്കത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പോരാട്ടം ഒരു ശൂന്യത സൃഷ്ടിക്കും. ചരിത്രം പരിശോധിച്ചാൽ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും പഴയ സാമ്രാജ്യങ്ങളുടെ തകർച്ചയ്ക്കും പുതിയ ശക്തികളുടെ ഉദയത്തിനും കാരണമായത് കാണാം. അതുപോലെ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ലോകം ഇരുധ്രുവങ്ങളിൽ നിന്ന് മാറി ബഹുധ്രുവ സ്വഭാവമുള്ള ഒന്നായി മാറും. അവിടെ ഒരു രാജ്യം മാത്രം ആധിപത്യം പുലർത്തുന്നതിന് പകരം വിവിധ മേഖലകളിൽ സ്വാധീനമുള്ള ഒന്നിലധികം ശക്തികൾ ലോകത്തെ നയിക്കുന്ന അവസ്ഥയും ഉണ്ടാകാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും
ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.